സ്തുതിയായിരിക്കട്ടെ. ആ നമ്മള് ജയിക്കും, അത് തന്നെ. ട്രോഫി കൊണ്ടങ്ങ് പുത്തൻകരയിലോട്ട് വരികയും ചെയ്യും. ഇല്ലില്ല, ഒരു സംശയം വേണ്ട. അവിടെ സ്വീകരണത്തിലുള്ള ഏർപ്പാടുകളൊക്കെ മുറക്കി നടന്നോട്ടെ. ഓക്കെ ഓക്കെ. അങ്ങനെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ജയിക്കാൻ പറഞ്ഞ കളിയൊന്നും അല്ല അച്ഛൻ ഫുട്ബോള്. വെറുതെ ഫോണിൽ കൂടെ ഓശാന പാടാൻ നിൽക്കണ്ട. അച്ഛൻ ഫോണിലൂടെ പറഞ്ഞാലും മൈക്കിലൂടെ പറഞ്ഞാലും കഴിഞ്ഞ 2 തവണയും ഞങ്ങൾ ബീച്ച് ലെവൻ തന്നെയാണ് ട്രോഫിയും കൊണ്ട് പോയത്. അത് മറക്കണ്ട. കഴിഞ്ഞ തവണ ജയിക്കാൻ പറ്റിയതേ നിങ്ങളുടെ കൂടെ ഇസഹാക്ക് ഉണ്ടായിരുന്നോണ്ടാ. ഇന്ന് അവൻ കടലിൽ പോയിരിക്കല്ലേ. അവനില്ലാണ്ട് നിങ്ങൾ എത്ര തലകുത്തി പറഞ്ഞാലും ഞങ്ങളുടെ 7 സ്റ്റാർ പിള്ളേര് നോക്കാൻ പോണില്ല കേട്ടാ. മീൻ പിടിക്കണം, നല്ല പയറ് പോലെ താമ്പിള്ളേരാ. അവരിപ്പോ ഗോൾ നല്ല സമത്തിലാക്കി. ഇനി ജയിക്കാനുള്ള ഗോൾ അടിക്കണം. അതിനുള്ള അവസരം അവർ നേതാവിന് മാറ്റി വെച്ചിരിക്കുക. ആർക്ക്? ഇസഹാക്കിന്. അല്ലടോ എഴുതോ? ഈ അച്ഛൻ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയല്ലേ. ഈസ വന്നാ കൊണ്ടുപോകാനല്ലേ ഞാൻ ഇവിടെ അവന്റെ ജേഴ്സിയും പൊതിഞ്ഞ് കെട്ടി കുത്തിയിരിക്കണേ. അവനിങ്ങ് കരയ്ക്ക് വരാണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതെന്താണ് ഉണ്ണിപ്പിള്ളേ, ഇന്ന് കളിയാണെന്നറിയാല. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇസ കടാലി പോയേ? ഇന്നല്ല കേട്ടാ, ഇന്നലെ പോയതാണ്. കടാലാണേലും കളിക്കണ കോർട്ടാണേലും ഇസ ഇറങ്ങിയ കൈ നിറയെ വാരിക്കൊണ്ടേ പോരും. അറിയാവല്ല സ്വഭാവം. പിന്നെന്താന്ന് വെച്ചാല് ഈ കടാലിൽ പോണവന് കൃത്യ സമയമൊക്കെ നോക്കി തിരിച്ചു വരാൻ പറ്റുമോ? കളി മുഴുവിപ്പിക്കും മുമ്പേ ഇസ ഇങ്ങ് എത്തും. ഹംസക്ക പറ, ഹെഡോ ടൈലോ? അതിപ്പോ ഞാൻ പറഞ്ഞാല് എന്നാ ഞാൻ പറയാം. ഹെഡ്. ഇതാ നോക്കിക്കോ. ഈ ഒറ്റ നാണയം സത്യമേ പറയൂ ഹംസക്ക. കരയിൽ കളി നടക്കുമ്പോ കടലിൽ നമ്മുടെ ഇച്ചാന് കൈ 4. തിരകളെ വകഞ്ഞു മാറ്റി കടലമ്മ തന്നെ ഇസഹാക്കിന് വഴി കൊടുത്തോളും. നമ്മളിതാ കളി ജയിക്കാൻ പോണു.
എന്താണ് പുള്ളേ അടുപ്പ് തരിയിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്? എന്തോ വെറുതെ ഇസഹാക്കിന്റെ കയ്യങ്ങ് കോരി തരിപ്പിക്കല്ലേ? ഇസഹാക്കിന്റെ വീട്ടിൽ മേലെ നന്നാലെ കൊണ്ട് പങ്കായം പിടിക്കണ കയ്യും പന്ത് കളിക്കണ കാലും വെച്ച് നിന്റെ അടിവയറ്റിൽ താങ്ങ് താങ്ങിയാലല്ല ചെകളെ പറിച്ച അയല മീൻ കിടന്ന് പിടക്കണ പടപടയ്ക്കും കാണാനൊക്കെ. രാജാ ഫൗള് കാണിക്കാനാണെങ്കിൽ നിന്നെ കളിയിൽ ഞാൻ പുറത്താക്കും. മുമ്പേ ഞാൻ പറഞ്ഞതാ. എന്റെ സാറേ ഞാൻ ബോൾ എടുക്കാൻ നോക്കിയാണ്, അല്ലാണ്ട് ഫൗളൊന്നും അല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ നിന്ന് ബീച്ച് 11 ഫ്രീ കിക്ക് എടുക്കും. നീയൊക്കെ അങ്ങോട്ട് മാറിക്കേ. എന്താ സാറ്? ഞാനാ പറഞ്ഞ മാറിക്കേ. സാറ് അച്ഛൻ നമ്മൾ വേളം കണ്ടില്ലേ? ഇസഹാക്കിന്റെ അപ്പൻ അയാൾ വഞ്ചി എടുത്തോണ്ട് കടലിൽ പോയിരിക്കുകയാണ്. മരിച്ചുപോയ ഇസാക്കിന്റെ അമ്മച്ചെ കടൽ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാ വാശി പിടിച്ച. ഈശോയെ, നീ എന്തിനാടി കൊച്ചെ ചിരിക്കണത്? നമ്മുടെ മോൻ ചെറുക്കൻ നമ്മളെയും തിരക്കി വന്നാ എന്ത് ചെയ്യുമെന്ന് ഓർത്തല്ലേ നീ ഈ ചിരിക്കണത്? അതിനെനിക്ക് അവന് പേടിയൊന്നുമില്ലടി പെണ്ണെ. എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നാലേ നിക്കറഴിച്ച് ചന്തിയിൽ നല്ല പെട കൊടുത്ത് ഞാൻ മീശ വെച്ച തടിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ.